അങ്ങനെ 3-0 വലിയൊരു തോൽവിയാണെന്നല്ല ഉണ്ടായത്. ഞാൻ വീഡിയോസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്, പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയാനുള്ളത്. അപ്പോൾ അത് പറഞ്ഞു മടുത്തിട്ട് ഞാൻ അങ്ങനെ പറയണ്ട, ഒരു പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യണ്ടേ. എല്ലാവരും നമ്മൾ ഈ ചെയ്യുന്ന ആൾ നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്, അത് കാണുന്നവർ നെഗറ്റീവാണ് പറയുന്നത്. പക്ഷെ പറയാണ്ടിരിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് നമ്മുടെ ടീമിന് പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഫെബ്രുവരി 15-ാം തീയതിയാണ് ഇന്നലത്തെ തോൽവിയോടുകൂടി ഫെബ്രുവരി 15-ാം തീയതിയാണ് അതിനൊരു മങ്ങലേറ്റിട്ടുള്ളത്. അതുവരെ നമുക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ എന്താണ് ക്ലബ്ബ് ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ലഗാട്ടോറിനെ കൊണ്ടുവന്നു, പരിക്ക് പറ്റിയൊരു പ്ലെയറെ കൊണ്ടുവന്നു, ഗോൾ കീപ്പറെ കൊണ്ടുവന്നു. പക്ഷേ ഇതൊന്നും ടീമിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളല്ല ക്ലബ്ബ് ടീമിലോട്ട് എത്തിച്ചത്. നമുക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു പ്ലേ ഓഫിലോട്ട് എത്താൻ. ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നില്ല. ഇന്നലെ മോഹൻ ബഗാൻ അതിൽ തോറ്റപ്പോഴും അതിനുശേഷം ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് കാര്യമായിട്ട് ഇടപെട്ട്, നമുക്കറിയാം നമ്മുടെ വിദേശ കളിക്കാരൊക്കെ അടിപൊളിയാണ്, ആത്മാർത്ഥമായിട്ട് കളിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നന്നായിട്ട് അടിപൊളിയായിട്ട് നല്ല ജീസസ് ലൂണയൊക്കെ പാവാണ് തോന്നണവരെ. ഓരോ കളിക്കാർ കുറ്റം പറയാനല്ല തോന്നണം, ഐറ്റങ്ങളെയൊക്കെ കണ്ടിട്ട് പാവാണ് തോന്നണേ. പക്ഷേ ഇവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് നമ്മുടെ ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ, ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ നല്ല രീതിക്കുള്ള സൈനിങ്ങുകളും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പാർട്ടിന് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്താണ് ചെയ്തത് നമ്മുടെ മാനേജ്മെൻറ്റ്? ഇനി ഇതൊക്കെ മാറ്റി വെക്കാം നമുക്ക്. ഇപ്പോൾ നമുക്കൊരു കോച്ചിനെ ഈ ജാനുവരിയിൽ നമ്മളൊരു കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഈ സീസൺ വിടാം, ഈ ജാനുവരിയിൽ ഈ കോച്ചിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വേണ്ട. അടുത്ത സീസൺ ആകുമ്പോഴേക്കും നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ടീമുമായിട്ട് സിങ്ക് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു കോച്ചിനെയും കൊണ്ട് നമുക്ക് പറ്റില്ലായിരുന്നു. സ്താറയെ എങ്ങനെ സൈൻ ചെയ്തത്? ആദ്യം കരോളീസ് കുറേ ആളുകളെ സൈൻ ചെയ്തു, കളിക്കാരൊക്കെ സൈൻ ചെയ്തിട്ട് ലാസ്റ്റ് കോച്ചിനെ ഹയർ ചെയ്ത്. ഈ പ്രോസസ്സ് മാറേണ്ടതല്ലേ? കാരണം കോച്ചിന് വേണ്ടിയ ആളുകളല്ലേ നമ്മൾ ടീമിലോട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ കരോളീസ് ആഡ് ചെയ്ത ആളുകളെ വെച്ചിട്ട് ഈ കോച്ചിൻ്റെ ശൈലിയിൽ കളിക്കാൻ പറയുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇനിയും അടുത്ത സീസണിലും അതന്നെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതിന് പകരം ഇപ്പോൾ ഈ ജാനുവരിയിൽ ഒരു നല്ലൊരു കോച്ചിനെ സൈൻ ചെയ്തതിന് ശേഷം ആ ആൾക്ക് ഈ സീസണ് ആളൊന്ന് ടീമുമായിട്ട് സിങ്ക് ആവാനും അതിലുള്ള മാറ്റങ്ങൾ വരുത്താനും, ഓരോ കോച്ചിനും വ്യത്യസ്തമായിട്ടുള്ള ശൈലികളുണ്ടാവും, വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴേക്കും ആളുടെ കുറച്ച് ഹയറിങ് കാര്യങ്ങൾ, ഒരു ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് സെറ്റായിട്ട് ഇന്ന കളിക്കാർ അതൊക്കെ ചൂസ് ചെയ്തിട്ട് അടുത്തൊരു സീസൺ ആകുമ്പോഴേക്കും നല്ലൊരു ടീമിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? എന്തുകൊണ്ട് ഈ ജാനുവരിയിൽ നമ്മൾ സൈൻ ചെയ്തില്ല? ഇനി പോട്ട് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു കോച്ച് എന്നുള്ള രീതിക്ക് ഇവാനെ ആഡ് ചെയ്യാമായിരുന്നില്ലേ? ഇവാൻ ഇപ്പോൾ ഒരു ക്ലബ്ബുമായിട്ട് ഒരു ഇതിലുമില്ല, സൈനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ആൾ. തൽക്കാലം ഈ ഒരു സീസൺ കഴിഞ്ഞ് പോകുന്നത് വരെ ഈ ജാനുവരിയിൽ നമുക്ക് ഇവാനെ വെച്ചുകൂടായിരുന്നോ? നല്ല കളിക്കാരെ ആഡ് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, കോച്ചിനെ ആഡ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ട് നമ്മളടുത്ത് പിന്നെ ഓപ്പണായിട്ട് അവർ പറഞ്ഞു, അബിക്ക് പറഞ്ഞു, എന്താ പറയുക, കിരീടം എന്ന് പറയുന്നത് അത്യാഗ്രഹമാണ്, നമ്മളതിൻ്റെ വേറെ കുറേ കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളത് മാനേജ്മെൻറ്റും പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ എന്താണ് സ്ഥിതികൾ എന്നുള്ളത്. കാരണം ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനൊക്കെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആ ക്ലബിനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അത്രയും സപ്പോർട്ടും പിന്തുണയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയ്ക്കും ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെ. പക്ഷേ ഓരോ സീസണിലും നമുക്ക് നേരിടുന്നത് വലിയ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇന്നലത്തെയൊക്കെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ തോൽവിയാണ്. എനിക്കറിയില്ല ഇനി എന്താണ് ഇത് മാനേജ്മെൻറ്റിന് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ഒരു ക്ലബ്ബ് മാത്രം കിരീടങ്ങൾ നേടുന്നില്ല? ഇപ്പോൾ ISL കളിക്കുന്ന എല്ലാ ക്ലബ്ബുകൾക്കും കിരീടമുണ്ട്. 11 കൊല്ലമായിട്ട് നമുക്ക് മാത്രം ഒരു കപ്പ് പോലും ഇല്ല. നമ്മളെ താഴെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി അത്രയും വീക്കായിട്ടുള്ള ആരാധകർ കളി കാണാനും പോലും വരാത്ത, സ്പോൺസേഴ്സ് ഇല്ലാത്ത ക്ലബ്ബുകൾ കിരീടം നേടുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിനും ഇതെല്ലാം ഉണ്ട്, നല്ല ആരാധകർ കളി കാണാൻ വരുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള സ്പോൺസേഴ്സ് ഉണ്ട്. ഈ സ്പോൺസേഴ്സൊക്കെ ഉണ്ടായത് മാനേജ്മെൻറ്റിൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ലല്ലോ, ഈ ആരാധകരെ കണ്ടിട്ടല്ലേ ഈ സ്പോൺസർമാർ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ മാനേജ്മെൻറ്റിന് തീരുമാനമല്ല ഒരു കിരീടം എന്നുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ക്ലബിനെ കൈവിടാനോ അല്ലെങ്കിൽ ഈ ടീമിനോടുള്ള ഇഷ്ടങ്ങളോ കാര്യങ്ങളോ എന്തായാലും പോകത്തില്ല, അതങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ കുറേ മാറ്റങ്ങൾ ഇത് മാനേജ്മെൻറ്റ് ലെവലിൽ തന്നെ മാറേണ്ടത് അത്യാവശ്യമാണ്.